ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മേക്കപ്പ് മലയാളം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു പരീക്ഷണ വീഡിയോ ആണ്. അതായത് നമുക്കറിയാം നമ്മുടെ യൂട്യൂബിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്നത് ബക്കറ്റ് ചിക്കൻ ആണ്. അപ്പോൾ ഞാനും ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ ഞാനിവിടെ ചിക്കൻ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചിക്കന് നിറയെ നെയ്യാണ്. അപ്പോൾ നെയ്യൊക്കെ ഒന്ന് കളഞ്ഞ് ചിക്കൻ മൊത്തത്തിലൊന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കോഴിനെ നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് വരഞ്ഞിട്ട് നമ്മൾ മസാലയെല്ലാം ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് തേച്ച് പിടിപ്പിക്കും. അപ്പോൾ ഇനി നമ്മൾ മസാല റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ മസാല റെഡിയാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, അതുപോലെ തന്നെ കുരുമുളക് പൊടി, ഇത്രയും ചേർത്തിട്ടാണ് നമ്മളിവിടെ മസാല റെഡിയാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ മുളക് പൊടി എടുത്തിട്ടുണ്ട്. 2 സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മളിടാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഒരു അര സ്പൂണിൽ കുറച്ചുകൂടെ എടുത്തിട്ട് ആണ് ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ ചേർത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി നമ്മൾ ഒരുപാട് ചേർക്കരുത്. കാരണം നമ്മൾ ചിക്കൻ ഇത് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ ഒരു ആവശ്യത്തിനൊരു 1/2 സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഗരം മസാലയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഗരം മസാല ഒരു 2 സ്പൂണെങ്കിലും ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ഒരു സ്പൂണൊക്കെ ഇട്ട് കൊടുത്തു, കുഴപ്പമില്ല. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു മസാല ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിപ്പോൾ ഞാൻ പുറത്തിരിക്കുവാണ്. നമ്മൾ എല്ലാം പുറത്ത് വെച്ചിട്ടല്ലെല്ലാം ചെയ്യുന്നത്. അപ്പം എല്ലാം തന്നെ പുറത്ത് ഇരുന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് ആണിപ്പോൾ ഇവിടെ പുറത്തിരുന്നാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പിന്നെ ഞാനിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇപ്പം ഞാനിതിലേക്ക് നാരങ്ങാനീരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു അരമുറി നാരങ്ങയും അതുപോലെ തന്നെ വേറൊരു മുറിയുടെ കുറച്ചും കൂടെ, അതായത് നമ്മളെടുക്കുന്ന നാരങ്ങയ്ക്ക് നല്ല നീരുണ്ടെന്നുണ്ടെങ്കിൽ അരമുറി നാരങ്ങ മതിയാവും. അപ്പം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നാരങ്ങ നീര് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഈ ഒരു മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് എണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എണ്ണയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് നമ്മളൊരു മസാല പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കുന്നു. ഇനി നമ്മൾ മസാല തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോഴിയെ നന്നായിട്ട് വരഞ്ഞ് കൊടുക്കുകയാണ്. വരയുന്നത് നല്ല ആഴത്തിലാണ് ഞാനിവിടെ വരഞ്ഞു കൊടുത്തിരിക്കുന്നത്. കാരണം മസാലയെല്ലാം എല്ലായിടത്തും കിട്ടാൻ വേണ്ടിയിട്ട് ആണ് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നത്. ഇനി നമ്മൾ ഈ മസാല കോഴിയുടെ മുഴുവൻ ഭാഗത്ത് നമ്മൾ തേച്ച് പിടിപ്പിക്കുകയാണ്. വരഞ്ഞെടുത്തും എല്ലായിടത്തും നമ്മൾ നന്നായിട്ട് മസാല പിടിപ്പിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എല്ലായിടത്തും മസാല തേച്ച് പിടിപ്പിച്ചു. ഇനി ആ ഓപ്പൺ ആയിട്ടിരിക്കുന്ന, അതായത് അതിൻ്റെ വയറ് ഭാഗത്ത് നമ്മൾ കറിവേപ്പിലയും കൂടെ ഒന്ന് ഞെരടി ആ ഒരു മസാലയിൽ ചേർത്തിട്ട് നമ്മൾ അതെല്ലാം കൂടെ നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കോഴിനെ നിർത്തി പൊരിക്കാനായിട്ടുള്ള ഇത് വെച്ചിട്ടുണ്ട്, കമ്പ് വെച്ചു. ഇനി നമ്മൾ താഴെ അടിയിൽ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കീറിയിട്ട് വെക്കും. നമ്മൾ
വെച്ചേക്കാം. നമ്മൾ കോഴീനെ എടുത്തു. ഇപ്പോൾ അതേ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ താഴേക്ക് കോഴിനെ നിർത്തി. അപ്പോൾ അതേ കോഴിയുടെ മണ്ടയിൽ സാധാരണ ബക്കറ്റായിരുന്നു വെക്കേണ്ടത്, പക്ഷേ ബക്കറ്റില്ല, നമ്മളിവിടെ കലമാണ് വെച്ചിരിക്കുന്നത്. അത് കിട്ടാത്തത് കൊണ്ടാണ് നമ്മളിവിടെ കലം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഇത് വെച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വിറകൊക്കെ അടുക്കി വെക്കാൻ പോവാണ്. വിറകൊക്കെ അടുക്കി വെക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് ഓലയും, അതായത് പെട്ടെന്ന് കത്തുന്ന ഓലയും അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുകയാണ്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം ആണ് നമ്മൾ ഇതിന് ചുറ്റും വിറക് അടുക്കി വെക്കുന്നത്. വിറക് അടുക്കി വെച്ചിട്ട് നമ്മൾ തീ കത്തിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതേ നമ്മൾ വിറകെല്ലാം വെച്ചു. ഇനിയിപ്പം തീയും കൊടുത്തു. ഇനിയിപ്പം ഒരു 20 മിനിറ്റത്തേക്ക് നന്നായിട്ട് തീ കത്തണം. അപ്പോഴത്തേന് ഇത് നന്നായിട്ട് ഈ ചിക്കൻ അകത്തിരുന്ന് നന്നായിട്ട് വേഗം മസാലയൊക്കെ പിടിച്ച് നല്ല രീതിയിൽ വെന്തിരിക്കും. അപ്പോൾ ഇതേ നമ്മളുടെ തീയെല്ലാം അണച്ചു. ഇപ്പം ചിക്കനകത്ത് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനിയിപ്പം നമ്മൾ ഈ കലം പതിയെ മാറ്റുമ്പോഴത്തേന് നമുക്ക് ചിക്കൻ കാണാം. അപ്പോൾ ഇതേ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്, കാണുമ്പോൾ തന്നെ അറിയാം. നമുക്ക് പതിയെ ഇതിൽ നിന്നും ഈ ചിക്കൻ പുറത്തെടുക്കാം. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഇത് കണ്ട് കഴിഞ്ഞപ്പോഴത്തേന് ഒരുപാട് എക്സൈറ്റഡ് ആയി. കാരണം നമ്മുടെ ഫസ്റ്റ് ഒരു എക്സ്പീരിമെൻ്റ് ആയിരുന്നു ഇങ്ങനെ ഒരു ചിക്കൻ ചെയ്യാമെന്നുള്ളത്. അപ്പം ഇത്രയും നല്ലൊരു സക്സസ്ഫുള്ളായിട്ട് ഇത് ചെയ്യാൻ പറ്റുമെന്ന് ഓർത്തപ്പോഴത്തേനും ഒരുപാട് സന്തോഷമായിരുന്നു. എന്താണെങ്കിലും ആദ്യമായിട്ട് ചെയ്തത് വളരെ സക്സസ്ഫുള്ളായിട്ട് വന്നു. ഇട്ടിരിക്കുകയാണ്, ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. നല്ല നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ചൂടാണ്. സൂപ്പറായിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്.